ഹലോ ഗായ്സ്, മുടിയൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഈ നമ്മുടെ ജസിമോളില്ലേ, ജസ്നസ്ലി ഒന്നുമില്ല, ഒരേ സമയത്ത് 2 ഫോട്ടോ വരയ്ക്കുന്ന ആളെ ഞാൻ കാണിച്ചിട്ടേ. വരയ്ക്കുന്നത് കണ്ടോ നിങ്ങൾ? പിന്നെ 4 നോക്ക് ഗൈസ്, ഒരേ സമയത്ത് 2. ഇനി വെറുതെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ടേ? ഞാൻ പോസ്റ്റ് ചെയ്യും. അല്ല, അമ്മനോട് ചീത്ത കേൾക്കല്ലോ. എനിക്ക് ഞാൻ നാളെ 5 എണ്ണത്തിന്റെ പോസ്റ്റ് ചെയ്തിട്ട് കണ്ട ഗൈസ്, ഒന്നിവിടെ, അവിടെ വെച്ചേ, ഒന്ന് ദാതിവിടെ. കണ്ട ഗൈസ്, സെൽഫി ആയതുകൊണ്ടാട്ടോ ഗൈസ് ഇങ്ങനെ വരുന്നത്. അല്ലായിരുന്നു പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് ചെയ്തപ്പോ എന്താ മനുഷ്യന്മാര് രാഗം പോലും. എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്താ വെച്ചാൽ ഞാൻ ഒരുമിച്ച് 5 ഫോട്ടോ ചെയ്തിട്ട് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിന്. എന്നൊക്കെ അമ്മ പറഞ്ഞു, മോളെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യല്ലേ, മനുഷ്യന്മാരെ പിരാക്ക് കിട്ടും, അതുകൊണ്ട് പോസ്റ്റ് ചെയ്തത്. എന്നല്ലാണ്ട് വേറെ മമ്മി വരുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരയ്ക്കാന്നാ പറയാ. ഞാൻ പെയിന്റ് ചെയ്യാന്നാ ഞങ്ങളുടെ നാട്ടിലേക്ക് പറയാം. വരച്ച് കഴിഞ്ഞിട്ടാണല്ലോ പെയിന്റ് ചെയ്യാം. പിന്നെ അത് പെയിന്റ് ചെയ്യാൻ എന്താണ്, വരയ്ക്കെന്താണെന്ന് പഠിച്ചിട്ട് വാ. മറ്റേ തിളക്കത്ത് ചോദിച്ചാൽ നീ ദുബായ് കണ്ടില്ലേ, കണ്ടിട്ട് വാടാ. ദുബായ് അൽ ഷെയ്ഖ് മുബാറക്. ഒരു കണ്ണാതെ തല കുത്തിക്കുന്നു. കണ്ണൻ തലയും കുത്തി നിൽക്കും, കാലും കുത്തി നിൽക്കും. ഇവിടെ കുത്തും കുത്തിക്കും. മോനെ ഇതൊക്കെ കണ്ടിട്ട് നാളെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാര്. ഞാനൊരു വീഡിയോ കണ്ടു. എന്ത് വീഡിയോ? ഞാൻ ചിത്രം വരയ്ക്കും, നല്ലോണം ചിത്രം വരയ്ക്കും, കണ്ണനെ വരയ്ക്കും, വെണ്ണക്കണ്ണൻ എന്നൊക്കെ എടുത്ത് പറയണമെന്ന്. പാവം, അതിന് കൂട്ട് നിൽക്കാൻ നമ്മുടെ സുധിയേട്ടൻ്റെ ഭാര്യ സുനാരനെ വെറുതെ അങ്ങനെ പെണ്ണുങ്ങളെ കളിയാക്കുന്നത്. ഇത് ഓരോന്നിനല്ലേ താങ്ങി പിടിച്ചോണ്ടിരിക്കുന്നത്. ആ പെണ്ണുങ്ങളോടൊരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായി, അത് അതോടുകൂടെ പോയി. പിന്നെ രേണു എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ ഭാര്യയെ നിങ്ങൾ ആ ഇട്ട വീഡിയോയിലുള്ള ആ പെണ്ണുങ്ങളൊക്കെ ഇപ്പം നടന്നാൽ നിങ്ങളുള്ള ഇമേജും കൂടി പോവും. അവളോ ഭൂലോക തരികില്ല. അവളെ കൂടെയൊക്കെ നടന്നിട്ട് നിങ്ങൾ ഉള്ള ഇമേജ് പോക്കാൻ നിൽക്കണ്ട. അപ്പോൾ ബൈ ദ ബൈ, ഞങ്ങൾ ബൈ ബൈ. ഒരു ബൈ പറഞ്ഞേ, ഒരു ബൈ പറഞ്ഞേ. ഒരു സെക്കൻഡ് ബൈ പറയാൻ എന്നോടൊരു മിസ്റ്റേക്ക്. എനിക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എൻ്റെ കഠിനമായ പ്രേരണ കൊണ്ട് മാറ്റിയെടുക്കുന്നതാണ്. ബൈ ബൈ ബൈ. ബൈ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കും അല്ലേ? പറയിപ്പിക്കണം. അപ്പോൾ ഗായ്സ്, എന്തൊക്കെയാണ് അവസ്ഥകൾ മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ മച്ചി പറയുന്നത് കേട്ടിക്ക് എന്തായാലും വെണ്ണക്കണ്ണൻ്റെ ചിത്രം അതിഗംഭീരമായി വരയ്ക്കുമെന്ന്. ആദ്യമായിട്ടൊരു വീഡിയോയിൽ ഇതേ നോക്കൂ, ഇതാണ് രേണു സുധിയുടെ വീട് എന്ന് പറഞ്ഞ് ഉള്ളിൽ കണ്ടത്. അല്ലാതെ ഞാൻ കാണുന്നത്, ബേക്കിൽ കാണുന്നത് കണ്ടോ, അതാണ് ആസിഫ് അലിയുടെ വീട്. ഈ ബാക്കിൽ കണ്ടോ, ഇതാണ് മമ്മൂക്കയുടെ വീട്. പേളിമാണി. ഇങ്ങനല്ലേ അങ്ങനെ നോക്കുക. ഞാൻ എൻ്റെ പുരേൻ്റെ താഴെ പോയിട്ട് പറയും, ഇതാണിത് ഞങ്ങളുടെ നാട്ടിലെ രമണീച്ചിൻ്റെ വീട്, ശാന്തിച്ചിൻ്റെ വീട്. അതിനെന്തല്ലേ അമ്മച്ചിയെ? അതുണ്ടാവും, കാരണം അവളെ കുറിച്ച് മാത്രമേ മൊഴിയാവൂ എന്നുള്ളത് അവളുടെ നിർബന്ധമാണ്. അങ്ങനൊന്ന് അതറിയില്ല. എങ്ങനാ സ്വാർത്ഥത എന്ന് കേട്ടിട്ടുണ്ടോ? നീ മറ്റുള്ളവരുടെ പേര് പറയുന്നത് നിന്റെ ഇച്ഛയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പോട്ടെ. ബൈ ബൈ. ഒരു ബൈ പറ വീണ്ടും. ബൈ ബൈ ബൈ.